ഇന്ന് കേരളമെമ്പാടുമുള്ള ശ്രീനാരായണീയർ നാരായണ ഗുരുവിൻ്റെ 171ാമത് ജയന്തി ദിന ആഘോഷങ്ങൾ ഭക്ത്യാദരപൂർവം കൊണ്ടാടുകയാണ്. ഞാനത് എടുത്തു പറയുവാൻ കാര്യം, ഭക്ത്യാദരപൂർവം എന്നത് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് വായിക്കേണ്ട ഒന്നാണ്. നാരായണ ഗുരു ദർശനത്തെക്കുറിച്ച് നാം ആദ്യം മനസ്സിലാക്കുമ്പോൾ ഗുരു ആരാണെന്ന് ആദ്യം നാം തിരിച്ചറിയണം. ഇന്ന് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗുരുവുണ്ട്. അതാണ് ഞാൻ മുൻപേ സൂചിപ്പിച്ച ഭക്ത്യാദരപൂർവം എന്ന ഇൻവേർട്ടഡ് കോമ. ഗുരുവിനെ ഇന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഗുരുദേവ പ്രതിമയുടെ മുൻപിൽ നമ്മൾ ചെന്ന് കൈകൂപ്പി നിന്നുകൊണ്ട് നമ്മുടെ ജീവിത ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം കണ്ണടച്ച് നിന്ന് എണ്ണി പറഞ്ഞാൽ എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാക്കി തരുന്ന ഒരു ദൈവമായി ഗുരുവിനെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 33 കോടി ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവം കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഗുരുവിൽ നിന്ന് യഥാർത്ഥ ഗുരുവിലേക്കുള്ള ദൂരമളക്കാനുള്ള ശ്രമമാണ് ഞാൻ ഈ വേദിയിൽ നടത്തുന്നത്. അതാരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഗുരുവിനെ ദൈവമായി കാണുന്ന ആളുകളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനോ അല്ല. ഗുരു ജീവിതം കൊണ്ട് നമുക്ക് മുമ്പിൽ വെച്ച ഒരു ദർശനമുണ്ട്. അത് തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാൻ ഈ അവസരം ചുരുങ്ങിയ സമയം ഉപയോഗിക്കുന്നത്. നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പേരുകൾ ഇടയ്ക്കൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു കേൾക്കും. എപ്പോഴാണത് നാം ആലോചിക്കണം. കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സംഘപരിവാർ ശക്തികളുടെ ശ്രമങ്ങൾ നടക്കുമ്പോൾ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന 2 കാര്യങ്ങളുണ്ട്. അവരതിനെ ആയുധമാക്കി തീർക്കുന്നത് ഒന്ന് ആചാരം, മറ്റൊന്ന് ജാതി. ഈ 2 വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കിതിനകത്തേക്ക് ഈ ജാതിയും മതവും ആചാരവും വെച്ചുകൊണ്ട് കടന്നു കയറാനുള്ള ശ്രമം മുഴുവൻ നടത്തിയിട്ടും ഇക്കണ്ട പരിശ്രമങ്ങൾ മുഴുവൻ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മനസ്സിലേക്ക് ചുവടുറപ്പിക്കാൻ കഴിയാത്തത്? അത് നാരായണ ഗുരുവിൻ്റെ കാലിക പ്രസക്തി ഉള്ളത് കൊണ്ടാണ്. ദർശനത്തിൻ്റെ നാരായണ ഗുരുവിന് ആചാരങ്ങളോട് എന്തായിരുന്നു നിലപാട്? അതാണ് ഞാൻ ആദ്യം പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. മുഴുവൻ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ല. ബ്രാഹ്മണ്യം മുന്നോട്ട് വെച്ച ആചാരങ്ങളെ ഒരു ജീവിതകാലം മുഴുവൻ അടിമുടി ലംഘിച്ച മനുഷ്യൻ്റെ പേരാണ് നാരായണ ഗുരു. അത് നാം തിരിച്ചറിയണം. ഒരു സന്യാസിയാകണമെങ്കിൽ ഒരു മനുഷ്യൻ എന്തെല്ലാം യോഗ്യത വേണം എന്ന് ബ്രാഹ്മണ്യം മുന്നോട്ട് വയ്ക്കുന്ന കൽപ്പനയുണ്ട്. ജന്മം കൊണ്ട് പോലും അത് ഗുരുവിനുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആരാണ് സന്യാസം നൽകിയത്? ഗുരുവിനാരാണ് സന്യാസം നൽകിയത്? ഗുരുവിന് സന്യാസം നൽകിയതിന് ഗുരുവിന് മറ്റൊരു ഗുരുവില്ല. സന്യാസം നൽകാൻ മറ്റൊരു സന്യാസിയില്ല. ഗുരു സ്വയം സന്യാസിയായതാണ്. ഈ സ്വയം സന്യാസിയായ ഗുരു തനിക്കാരാണ് സന്യാസം തന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് തന്നത്? നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. രാമൻ്റെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതി വരുമായിരുന്നു എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിനർത്ഥം? ആരാണ് ഈ ശംഭൂകൻ? അത് അയോധ്യയിൽ രാമൻ ഭരിക്കുന്ന കാലത്ത് ഒരു 10 വയസ്സുള്ള ബ്രാഹ്മണക്കുട്ടി മരണപ്പെടുന്നു. കുട്ടിയുടെ മൃതദേഹവുമായി ബ്രാഹ്മണൻ അയോധ്യയിലെ രാജകൊട്ടാരത്തിലേക്ക് വരുന്നു. വന്നിട്ട് പറയുന്നു, എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരികെ കിട്ടണം, അല്ലെങ്കിൽ അങ്ങേക്ക് ബ്രഹ്മഹത്യ പാപമുണ്ടാവും. വലിയ ശാപമാണ്. രാജാവിന് പോലും ഭയപ്പെടേണ്ട ശാപമാണ്. കാര്യമന്വേഷിക്കാൻ മന്ത്രിമാരെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു രാമൻ ചർച്ച ചെയ്തപ്പോൾ
എന്താണ് ഈ ദുരന്തത്തിൻ്റെ കാരണമെന്ന് പിടികിട്ടിയില്ല. അപ്പോഴാണ് നാരദനെ പോലെയുള്ള മുനിമാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, ഇതിന് പരിഹാരം എന്താണ് ഇതിന് കാരണം? അപ്പോൾ അയോധ്യയുടെ ഏതോ ദിക്കിൽ ഒരു അധസ്ഥിതൻ തപസ് ചെയ്യുന്നുണ്ട്. അതാണ് ശാപം, അതാണ് ഈ നാടിനെ നേരിട്ട ദുരന്തം. ഈ കുട്ടിയുടെ മൃതദേഹം മരുന്ന് തോണിയിൽ സൂക്ഷിക്കാനായി ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ട് രാമൻ പുറപ്പെടുകയാണ്. അയോധ്യ രാജ്യത്തിൻ്റെ 3 ദിക്കിലും പരിശോധിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. 4ാമത്തെ ദിക്കിലെത്തിയപ്പോൾ അതാ കിടക്കുന്നു ഒരാൾ തലകുത്തി നിന്ന് തപസ് ചെയ്യുന്നു, ശംഭൂകൻ. നീ ആരാണ്? ഞാനൊരു അധസ്ഥിതനാണ്. എന്തിനാണ് നീ തപസ് ചെയ്യുന്നത്? അധസ്ഥിതനെ തപസ് ചെയ്യാൻ ബ്രാഹ്മണ്യം അനുവദിക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകാനാണ് ഞാൻ തപസ് ചെയ്യുന്നത് എന്ന് ശംഭൂകൻ പറഞ്ഞപ്പോൾ ശംഭൂകൻ്റെ തല വെട്ടി മാറ്റുകയാണ് ചെയ്തത്. അധസ്ഥിതന് തപസ് ചെയ്യാൻ മനുസ്മൃതി അനുവദിക്കുന്നില്ല. അധസ്ഥിതന് ബ്രാഹ്മണ്യം കൽപ്പിച്ചിരിക്കുന്ന, സന്യാസം നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ആചാരത്തെ ലംഘിച്ചുകൊണ്ട് നാരായണ ഗുരു സന്യാസം സ്വീകരിച്ചപ്പോൾ രാമനാണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ തല കൊയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ബ്രാഹ്മണ്യത്തെ തിരികെ കൊണ്ടുവരാൻ ഈ അധസ്ഥിതരായ നമ്മുടെയൊക്കെ വീടുകളിൽ പോലും നാമജപങ്ങൾ നടക്കുന്നുണ്ട്. ഒരു 1.5 മാസം മുൻപാണ് എൻ്റെ അമ്മ മരിച്ചത്. അമ്മയുടെ മരണം കഴിഞ്ഞ് 5-ാം ദിവസം, സഞ്ചയനം കഴിഞ്ഞ ദിവസം മുതൽ കുടുംബ പ്രാർത്ഥനയുണ്ട് വീട്ടിൽ. അയൽപക്കത്തെ സ്ത്രീകളെല്ലാം വന്നിരുന്നു കൊണ്ട് കുടുംബ പ്രാർത്ഥന നടത്തുകയാണ്. അപ്പോൾ ഞാൻ ആ മുറ്റത്ത് കേട്ടിരിക്കുകയാണ്. ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുടക്കി. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ബ്രാഹ്മണർക്ക് ഭൂമി തന്നെ ദാനമായി നൽകുവാൻ രാഘവനായി വന്നുദിച്ച രാമനാമ പാഹിമാം. എന്താണ്? ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചതാണ് ശ്രീരാമൻ, പരശുരാമൻ. അദ്ദേഹം ഒരു കോടാലി എടുത്ത് നേരെ കടലിലേക്ക് എറിഞ്ഞു. അപ്പോൾ കുറേ ഭൂമി ഇങ്ങോട്ട് കിട്ടി. അത് കേരളമായിരുന്നു, അത് ബ്രാഹ്മണർക്ക് കൊടുത്തു. ഒരു കോടാലി കൂടി എറിഞ്ഞിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് അധസ്ഥിതന് ഭൂമി കൊടുക്കാമായിരുന്നു. അത് ചെയ്തില്ല. അപ്പോൾ ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാനായി വന്നുദിച്ച രാമനെ അധസ്ഥിതൻ വീട്ടിലിരുന്ന് സ്തുതിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ബ്രാഹ്മണ്യം പുനഃസ്ഥാപിക്കുവാനാണ് നമ്മുടെ വീട്ടിൽ നാമജപങ്ങൾ നാം അറിയാതെ ഭക്തിയുടെ രൂപത്തിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. നാരായണ ഗുരുവിൻ്റെ ആചാര ലംഘനങ്ങൾ തുടങ്ങുന്നത് മുൻപേ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അരുവിപ്പുറം പ്രതിഷ്ഠയോടുകൂടിയാണ്. അതിനു മുൻപ് സന്യാസം സ്വീകരിച്ചപ്പോൾ ആചാരം ലംഘിച്ചു. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം നോക്കിയില്ല എന്നത് അധ്യക്ഷൻ സൂചിപ്പിച്ചു. എപ്പോഴാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നത്? രാത്രിയിൽ 3 മണിക്കാണ്. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്താനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് നെയ്യാറിൻ്റെ തീരത്തെ ആ കല്ലിൽ, ശങ്കരൻകുഴിയിൽ നിന്നും ഒരു കല്ലെടുത്ത് അവിടെ വെക്കുകയായിരുന്നില്ല ഗുരു ചെയ്തത്. ഗുരു 1882 വീട് വിട്ട് ദേശാന്തര ഗമനം നടത്തി. ഒടുവിൽ മരുത്വാമലയിൽ പോയി തപസ് ചെയ്ത് 1886 ആയപ്പോഴേക്കും അവിടെ നിന്നും തപസ്സിൽ നിന്നും കിട്ടിയ ആ വലിയ അനുഭവ ജ്ഞാനത്തിൻ്റെ പിൻബലത്തിൽ അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നു. പിന്നെ വരുന്നത് നേരെ അരുവിപ്പുറത്തേക്കാണ്. അരുവിപ്പുറത്ത് നെയ്യാറിൻ്റെ തീരം അന്ന് വലിയ വനപ്രദേശമാണ്. നെയ്യാറിൻ്റെ തീരം വലിയ പാറക്കൂട്ടങ്ങൾ. സാധാരണ മനുഷ്യരിൽ നിന്നും വിട്ട് ഏകാന്ത ധ്യാനത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഈ അരുവിപ്പുറത്തെ പാറയാണ്. അവിടം തിരഞ്ഞെടുക്കാനൊരു കാര്യമുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടുണ്ട്, പുലിവാതുക്കൽ വേലായുധൻ വൈദ്യർ എന്ന് പറയുന്ന ബന്ധുവിൻ്റെ വീട് അരിയൂപ്പുറത്താണ്. ഗുരു അവിടെ ചെറുപ്പകാലത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഈ പാറപ്പുറത്തിരുന്ന് ഏകാന്ത ധ്യാനം നടത്തുമ്പോൾ പല ആളുകളും അതുവഴി വന്ന ചിലർ കാണുന്നു, ഒരു സന്യാസി ഇവിടെ ഇരിക്കുന്നത് കാണുന്നു. അവർ വരുന്നു, സ്വാമിയുടെ അനുഗ്രഹം വാങ്ങുന്നു, പോകുന്നു. കേട്ടറിഞ്ഞിങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ഒരു ആരാധനാ സ്ഥലത്തിന് തുല്യമായ പ്രതീതി ഉണ്ടാകും വിധം ഗുരുവിൻ്റെ ചുറ്റും ഭക്തജനങ്ങൾ കൂടിത്തുടങ്ങി. ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ബന്ധുവായ പുലിവാതുക്കൽ വേലായുധൻ വൈദ്യൻ്റെ വീട്ടിൽ സന്ദർശനത്തിനായി ഗുരു എത്തുമ്പോൾ സന്ധ്യാസമയം വൈദ്യർ ശിവക്ഷേത്രത്തിൽ പോകാൻ ഒരുങ്ങുകയാണ്. ഗുരു പറഞ്ഞു, ഞാനും വരട്ടെ. വൈദ്യർക്ക് സന്തോഷമായി. രണ്ടുപേരും കൂടി പോയി. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല, ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് തൊഴുതു. അപ്പോൾ അകത്തു നിന്നും ഒരാൾ ഇറങ്ങി വന്ന് അല്പം പ്രസാദമെടുത്ത് എറിഞ്ഞു കൊടുത്തു. ഗുരുവിനെ വേദനിപ്പിച്ച വല്ലാത്തൊരനുഭവം. തിരിച്ചു പോരുമ്പോൾ ഗുരു പറഞ്ഞു, ഇത് വലിയ കഷ്ടമാണല്ലോ വൈദ്യരെ, നമുക്കും ഒരു ക്ഷേത്രം വേണ്ടേ? അപ്പോൾ പാറപ്പുറത്ത് ഗുരു ഇരിക്കുന്ന സ്ഥലത്ത് വലിയ ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണ് ഗുരു ചോദിക്കുന്നു, നമുക്കും ഒരു ആരാധനാലയം വേണ്ടേ? വേലായുധ വൈദ്യർക്ക് വലിയ സന്തോഷമായി. ഗുരു കൽപ്പിച്ചോളൂ, നാം എല്ലാ ഒരുക്കങ്ങളും ചെയ്യാം. അങ്ങനെയാണ് അടുത്ത ശിവരാത്രി നാളിൽ നമുക്ക് ഈ കർമ്മം നിർവഹിക്കാം എന്ന് തീരുമാനിക്കുന്നത്. 1888 വേലായുധൻ വൈദ്യർ ഓല കൊണ്ട് ചെറിയൊരു പന്തലിട്ടു. അന്ന് രാത്രി ശിവരാത്രി ഉറക്കമിളപ്പിനായി ഭക്തജനങ്ങൾ വന്നു ചേർന്നു. ഒരു ചെറിയ നാദസ്വരക്കാരനും 1-2 മേളക്കാരും മാത്രം, മറ്റു വലിയ ആഘോഷങ്ങളൊന്നുമില്ല. രാത്രി 12 മണിയായി. ഗുരു നെയ്യാറിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പി ആ തെളിനീരാഴങ്ങളിൽ നിന്നും ശങ്കരൻകുഴിയിൽ നിന്നും ശിവലിംഗ സമാനമായ ഒരു ശിലയെടുക്കുന്നു. അതുമായി കയറി നിന്ന് ഈ പന്തലിൽ വന്നു നിന്ന് പുലർച്ചെ 3 മണിവരെ ഈ ശില മാറോട് ചേർത്ത് പിടിച്ച് ധ്യാനനിരതനായി നിന്നുവെന്നും ആ സമയം അത്രയും ഗുരുവിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു എന്നും കുമാരനാശാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കണം ഗുരു കണ്ണീരൊഴുക്കിയത്? ആർക്കു വേണ്ടിയായിരിക്കണം ഗുരു കണ്ണീരൊഴുക്കിയത്? ഇതാണ് പ്രധാനം. താൻ അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം ഈ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ബ്രാഹ്മണ്യത്തിൻ്റെ ചൂഷണത്തിന് വിധേയമായി അനുഭവിക്കുന്ന വലിയ ദുരിതങ്ങൾക്കെതിരെ പടപൊരുതാൻ കിട്ടിയ ആ അവസരത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഗുരു കണ്ണീരൊഴുക്കിയത്. അന്ന് ആ ശില അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. രാത്രി 3 മണി. ഒരു മുഹൂർത്തവും നോക്കിയില്ല. അവിടെ നടന്നു 2ാമത്തെ ആചാര ലംഘനം. അന്നൊരു ബ്രാഹ്മണ്യവും ഗുരുവിന് നേരെ ശബ്ദമുയർത്തിയില്ല. പിന്നീട് അങ്ങോട്ട് ആചാര ലംഘനങ്ങളുടെ ഒരു പടയോട്ടം തന്നെ ഗുരു നടത്തി. അടുത്ത വർഷം മണ്ണന്തല ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ. ഗുരുവിനെ ആളുകൾ വന്ന് ക്ഷണിക്കുന്നു. ഗുരു നടത്തിയ ഏതാണ്ട് 40ഓളം ക്ഷേത്രങ്ങളിൽ ഗുരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഗുരു നടത്തിയ ക്ഷേത്രങ്ങളിൽ അധികവും നിലവിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ തന്നെയാണ് പ്രതിഷ്ഠ, അല്ലാതെ പുതിയ ക്ഷേത്രം നിർമ്മിച്ച് അതിൽ പ്രതിഷ്ഠ നടത്തുകയായിരുന്നില്ല. ഈ മണ്ണന്തല ക്ഷേത്രം അക്കാലത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രമാണ്. അവിടെ തൂക്കം നടത്തുന്ന ഒരു പരിപാടിയുണ്ട്, മൃഗബലി നടക്കുന്നുണ്ട്. ഈ തൂക്കച്ചാടും അവിടുത്തെ ദേവീ വിഗ്രഹവും കുളത്തിലിടാൻ ഗുരു നിർദ്ദേശിച്ചു. നോക്കൂ, ആചാര ലംഘനം നടക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു സന്യാസിക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം എടുത്ത് കുളത്തിലിടാൻ പോയിട്ട് അവിടെ നിന്ന് ഇളക്കി മാറ്റാനുള്ള ചങ്കുറപ്പുണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് ഗുരു ആരാണെന്ന് നാം തിരിച്ചറിയേണ്ടത്. ഗുരു അവിടെ അത് ഇളക്കി മാറ്റിയിട്ട് അവിടെ പ്രതിഷ്ഠ നടത്തുകയാണ്. അപ്പോൾ ആചാര ലംഘനങ്ങളുടെ അടുത്ത ഘട്ടം തുടങ്ങുകയാണ്. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും ഗുരു നടത്തിയ ആചാര ലംഘനങ്ങളുണ്ട്. അടുത്തത് കുളത്തൂർ കോലകര ശിവക്ഷേത്രത്തിൽ അവിടെ 1893 ഭദ്രകാളി പ്രതിഷ്ഠ ഇളക്കി മാറ്റി
അവിടെ ശിവപ്രതിഷ്ഠ നടത്തി. മറ്റൊന്ന് വർക്കല നെടുങ്കണ്ടയിൽ നടത്തിയ ഒരു പ്രതിഷ്ഠയാണ്. പ്രതിഷ്ഠയെക്കുറിച്ച് ഗുരുവിൻ്റെ സങ്കല്പങ്ങൾ എന്തായിരുന്നു എന്ന് നാം അറിയണം. ഗുരുവിൻ്റെ മുന്നോട്ട് വെച്ച സങ്കല്പങ്ങൾ, പ്ലാവിളകം എന്ന് പറയുന്ന ഈ വർക്കലയിലെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ എന്താണെന്ന് വെച്ചാൽ 3 ശിഖരങ്ങളുള്ള 2 കൊമ്പുകളോട് കൂടിയ 1.5 അടി നീളമുള്ള ഒരു മാനിൻ്റെ തല. ഈ മാനിൻ്റെ തലയാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. നോക്കൂ, ഏത് ബ്രാഹ്മണ്യത്തിലാണ് മാനിൻ്റെ തലയിൽ ദൈവം ഇരിക്കുന്നത്? ഒരു മൃഗത്തിൻ്റെ തലയിലാണോ ദൈവം ഇരിക്കുന്നത്? അപ്പോൾ ഗുരുവിൻ്റെ സങ്കല്പം എവിടെയാണ്? ഗുരു ഈ പ്രതിഷ്ഠാ സങ്കല്പങ്ങളെ ആകമാനം അടിമുടി മാറ്റിമറിക്കുവാനാണ് ശ്രമിക്കുന്നത്. ആ ക്ഷേത്രത്തിൽ മറ്റ് വിഗ്രഹ പ്രതിഷ്ഠകളൊക്കെ പിന്നീട് വന്ന ആളുകൾ ഈ മാനിൻ്റെ കൊമ്പെടുത്ത് മാറ്റിയിട്ട് ചെയ്തു എന്നത് മറ്റൊരു കാര്യം. ഗുരുവിന് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ വേണമെന്ന് വലിയ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കൂ, ശാരദാ ക്ഷേത്രം 1912 ശാരദാ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത്. 1909 അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. 12 ഗുരു ശാരദാ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നു. SNDP യോഗത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിന് 8ഉം 9ഉം സമ്മേളനങ്ങൾ ഒരേ വേദിയിൽ നടത്തിയത് ഈ ശാരദാ ക്ഷേത്രത്തിൽ മാത്രമാണ്, ശിവഗിരിയിൽ. 9ാം സമ്മേളനം നടത്തിയത് ഡോക്ടർ പൽപ്പുവിൻ്റെ മുഖ്യ മേൽനോട്ടത്തിലാണ്. SNDP യോഗത്തിൻ്റെ ചരിത്രം പറയാൻ നിന്നാൽ ഈ വേദിയിൽ സമയം തികയില്ല എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. SNDP യോഗം ഈ 1912 ശാരദാ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഗുരു ഒരു കാര്യം അവിടെ നിർദ്ദേശിച്ചു. എന്താണത്? ഉത്സവം, അഭിഷേകം, നിവേദ്യം, താന്ത്രികമായ പൂജകൾ തുടങ്ങിയ ക്ഷേത്രാചാരങ്ങൾ വേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശിവഗിരിയിൽ ഉത്സവമുണ്ടോ? ശിവഗിരി ശാരദാ ക്ഷേത്രത്തിൽ ക്ഷേത്രാചാരങ്ങൾ വേണ്ട എന്ന് നിർദ്ദേശിക്കുകയാണ് ഒരു സന്യാസി വര്യൻ. മറിച്ച് അവിടെ സമൂഹ പ്രാർത്ഥനയുണ്ട്, പുഷ്പാർച്ചനയുണ്ട്. ക്ഷേത്രാചാരങ്ങൾ, താന്ത്രിക ആചാരങ്ങൾ അവിടെ ഇല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 1912 ശാരദാക്ഷേത്രം പ്രതിഷ്ഠിച്ച ശേഷം ഗുരു അവിടെ നിന്നും പോകുന്നത്, അടുത്ത ഗുരുവിൻ്റെ പരിശ്രമം എന്ന് പറയുന്നത് 3ാം ദിവസം അവിടെ നിന്നിറങ്ങി. എവിടേക്കാണ്? ആലുവായിൽ അദ്വൈതാശ്രമം പണിയണം. പിന്നീട് അതിൻ്റെ യാത്രയിലാണ് ഗുരു നാമൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആചാരങ്ങളെയും തകിടം മറിച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ ആലുവായിൽ അദ്വൈതാശ്രമം പണിയാനായി പോകുന്ന യാത്രക്കിടയിൽ ഗുരു പരിചയപ്പെട്ട, പിന്നീട് ഗുരുവിൻ്റെ വലിയ ഗൃഹസ്ഥ ശിഷ്യനായി തീർന്ന തണ്ണീർമുക്കം സ്വദേശിയായ ഒരു കൊച്ചയ്യപ്പൻ, മൂക്കുചിറ കൊച്ചയ്യപ്പൻ എന്നറിയപ്പെടും. ഇവിടെ എൻ്റെ മുൻപിലിരിക്കുന്ന പ്രായം ചെന്ന ആളുകൾ പലരും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരെ അറിയുന്നവരുണ്ടാകാം. മൂക്കുചിറ കൊച്ചയ്യപ്പൻ വലിയ അന്നത്തെ കാലത്തെ വ്യവസായിയാണ്. അദ്ദേഹം കൊല്ലത്ത് പോയി മടങ്ങി വരുമ്പോൾ ആ ബോട്ടിൽ നാരായണ ഗുരു ഉണ്ട്. ആരോ പറഞ്ഞു മുകൾ നിലയിൽ ഗുരു ഉണ്ട്. കൊച്ചയ്യപ്പൻ ഭക്തിയാദരപൂർവ്വം ഗുരുവിനെ പോയി വണങ്ങി. തണ്ണീർമുക്കം ബോട്ട് ജെട്ടിയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട്, അങ്ങ് അവിടേക്ക് വരണം, എൻ്റെ ഭവനം സന്ദർശിക്കണം എന്ന് അഭ്യർത്ഥന വയ്ക്കുന്നു. ഗുരു പറഞ്ഞു, നാം ഇപ്പോൾ ആലുവായിൽ ഒരു ആശ്രമം നിർമ്മിക്കാനുള്ള യാത്രയിലാണ്. തിരികെ വരുമ്പോൾ നാം അവിടെ കയറാം. ഗുരു ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതിന് വ്യത്യാസമില്ല. തിരികെ വന്നപ്പോൾ കൊച്ചയ്യപ്പൻ്റെ വീട്ടിൽ കയറി. അദ്ദേഹം വലിയ ആദരപൂർവ്വം ഭക്തിയോടെ ഗുരുവിനെ സ്വീകരിച്ചു. അപ്പം തണ്ണീർമുക്കത്തെ ഈ ബോട്ട് ജെട്ടിയുടെ സമീപം കൊച്ചയ്യപ്പൻ്റെ വീടിനോട് ചേർന്ന് വലിയ ഒരു സർപ്പക്കാടുണ്ട്. ഈ സർപ്പക്കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്താൽ കൊള്ളാമെന്ന് കൊച്ചയ്യപ്പൻ ആഗ്രഹമുണ്ട്. പക്ഷേ അഞ്ചലമണിനാഗങ്ങൾ പത്തി പുലർത്തി ആടുന്ന ഈ കാട് വെട്ടിത്തെളിക്കാൻ സാധാരണ ബോധമുള്ള ആളുകളാരും തയ്യാറാവില്ല. ഒരിക്കൽ കൊച്ചയ്യപ്പൻ ഗുരുവിനോട് പറഞ്ഞു, ഈ കാട് വെട്ടിത്തെളിച്ച് എനിക്കിവിടെ കൃഷി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഗുരു പറഞ്ഞു, അതിനെന്താ, വെട്ടിക്കോളൂ. അപ്പോൾ അയ്യപ്പന് പേടി. അയ്യപ്പൻ പേടിക്കണ്ട, ഞാൻ വരാം, നിങ്ങൾ വെട്ടുകാരെ ഏർപ്പാട് ചെയ്തോളൂ.
അങ്ങനെ കൊച്ചയ്യപ്പൻ ഏർപ്പാട് ചെയ്ത ദിവസം ഗുരു അവിടെ എത്തുന്നു. സർപ്പക്കാടിന് സമീപം കസേരയിട്ട് ഗുരു ഇരിക്കുന്നു. മുഴുവൻ മരങ്ങളും, വലിയ മരങ്ങൾ, 100 കൊല്ലത്തിലേറെയൊക്കെ പഴക്കമുള്ള മരങ്ങൾ വെട്ടിയിടുന്നു. ഒരു സർപ്പങ്ങളും അവിടെ ഗുരുവിന് നേരെ പത്തി വിടർത്തിയില്ല. വിഷസർപ്പങ്ങൾ നാട്ടിൽ ഒരുപാടുണ്ട്, ഇവരാരും പത്തി വിടർത്തിയില്ല. അവസാനം വെട്ടിയിട്ട തടി എങ്ങോട്ട് കൊണ്ടുപോകും? കൊച്ചയ്യപ്പനും ആശങ്കയായി. ഒരു മനുഷ്യന് വേണ്ട, വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ട, വീടിന് കൊണ്ട് ഇന്ന് സർപ്പക്കാട്ടിലെ തടി ഈ രാഗത്തിൽ ബോധമുള്ളവരാരെങ്കിലും വെക്കുമോ? ഒരു മനുഷ്യന് വേണ്ട. വിവരം ഗുരുവിനെ അറിയിച്ചു. ഗുരു പറഞ്ഞു, അതിനെന്താ, അദ്വൈതാശ്രമത്തിലേക്ക് കൊടുത്തു വിട്ടോളൂ. കൊച്ചയ്യപ്പൻ ആ തടി അറുത്ത് അദ്വൈതാശ്രമത്തിലേക്ക് കൊടുത്തു വിട്ടിട്ട് അദ്വൈതാശ്രമത്തിൽ നിർമ്മാണത്തിന് ഉപയോഗിച്ച തടി തണ്ണീർമുക്കത്തെ കൊച്ചയ്യൻ്റെ സർപ്പക്കാട്ടിലെ തടിയാണ്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. നമ്മുടെ ഈ തൊട്ടപ്പുറത്തുള്ള ജമനത്തുകര ക്ഷേത്രത്തിൽ 1921 ഗുരു പ്രതിഷ്ഠ നടത്തുന്നത്. പ്രതിഷ്ഠ നടത്താൻ എത്തുമ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ സർപ്പങ്ങളുണ്ട്. ഈ സർപ്പങ്ങളെ ചാക്കിൽ കെട്ടി ആലുവ പുഴയിലൊഴുക്കാൻ ഗുരു നിർദ്ദേശിക്കുകയും അത് കൊണ്ടുപോയതിന് ശേഷമാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നും രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ഞാനിത് ചൂണ്ടിക്കാണിക്കാൻ കാര്യം, ഗുരു ഒഴിവാക്കാൻ ശ്രമിച്ച ആചാരങ്ങളൊക്കെയും ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് അതിലേറെ ശക്തിയോടെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിൽ നാം നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ ദർശനങ്ങൾക്ക് പ്രസക്തിയില്ലേ? അത്രയും ആലോചിച്ചാൽ മതി. അങ്ങനെ ആചാരങ്ങളുടെ കാര്യത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ഗുരു നടത്തിയ ആചാര ലംഘനങ്ങളിൽ നിരവധി സ്ഥലങ്ങളിലെ ദേവീ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റി അവിടെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അമ്പലം പൊളിച്ചിട്ടുണ്ട് ഗുരു. നോക്കൂ, ശബരിമലയിൽ ഒരു പെണ്ണിനെ കയറ്റണം എന്ന് പറഞ്ഞതിന് വേണ്ടി ഉണ്ടാക്കിയ കലാപം ഉണ്ടാക്കി ഈ നാട്ടിലാണ് ഗുരു 10, 40 അൻപതങ്ങൾ ചുമ്മാ പൊളിച്ച് ദൂരട്ട് കളഞ്ഞു. നാഗർകോവിലിൽ പിള്ളയാർ കോവിൽ കോട്ടാർ ഗണപതി ക്ഷേത്രം ഇപ്പോഴും ഉണ്ടത്. ഈ ഗണപതി ക്ഷേത്രം ഇരിക്കുന്ന അവിടുത്തെ നിരവധി തെരുവുകളുണ്ട്. അവിടെ 41 ക്ഷേത്രങ്ങൾ, ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രങ്ങളിലൊക്കെയും മൃഗബലിയാണ് പ്രധാനം. അവിടുത്തെ ആരാധന നടത്തുന്ന ആളുകൾ അവിടെ മദ്യമാണ് അവിടുത്തെ നിവേദ്യം. വല്ലാത്തൊരു അന്തരീക്ഷമായപ്പോൾ അവിടുത്തെ പുരോഗമനവാദികൾ ശിവഗിരിയിലെത്തി ഗുരുവിനോട് വന്ന് സങ്കടം പറഞ്ഞു. ഇങ്ങനെ മൃഗബലിയുമായി ആളുകൾ കടുത്ത അന്ധവിശ്വാസത്തിലാണ്, എന്താണ് ചെയ്യേണ്ടത്? ഗുരുവിനെ ക്ഷണിച്ചു. ഗുരു നാഗർകോവിലെത്തി. അവിടെ കോട്ടാർ ഗണപതി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി 40 ക്ഷേത്രങ്ങളും പൊളിച്ചു നീക്കാൻ ഗുരു കൽപ്പന കൊടുത്തു. 40 ക്ഷേത്രങ്ങൾ പൊളിച്ചു നീക്കിയ ആളാണ് ഗുരു. ഇന്നൊരു ക്ഷേത്രത്തിൽ തൊടാൻ സാധാരണ ഒരു സന്യാസിക്ക് കഴിയുമോ എന്ന് നാം ആലോചിക്കണം. 40 ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റി. ഇന്ന് കോട്ടാർ ഗണപതി ക്ഷേത്രം നാഗർകോവിലുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. 1000 തെങ്ങ് പാട്ടത്തിൽ ശിവക്ഷേത്രം 1892 ഗുരു പ്രതിഷ്ഠ നടത്തിയത്. 1000 തെങ്ങ്. ഈ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങളിൽ ഒരാൾ കുറച്ച് പുഷ്പങ്ങളുമായി അകത്ത് കിടക്കണം. നാഴി അരി എടുത്ത് വേവിച്ച് ആ ചോറുമായി അകത്ത് കിടന്ന് വെള്ളം തളിച്ച് ശുദ്ധിയാക്കിയ ശേഷം ഈ ചോറ് ഇലയിൽ വെച്ചിട്ട് അയാൾ തന്നെ എടുത്ത് കഴിച്ചോണം. അവസാനം പറഞ്ഞൊരു കാര്യം ഇതാണ്: ശാന്തിക്കാരനെയും മറ്റും തിരക്കി നിങ്ങൾ എവിടെയും പോകരുത്, അതിൽ നിങ്ങളിൽ ഒരാൾ ചെയ്താൽ മതി. ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരന് വേണ്ട എന്ന് പറയുന്ന ഒരു സന്യാസി എവിടെയുണ്ട്? അതിനേക്കാൾ വലിയ ആചാര ലംഘനം എവിടെയുണ്ട്? നാം ആലോചിക്കേണ്ടതല്ലേ. ഇനി ക്ഷേത്രത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വിഗ്രഹമുണ്ടോ? ഇല്ല. ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു വിഗ്രഹവുമില്ലാതെ ഒരു ആരാധനാ സ്ഥാനം നിർണയിച്ച് സ്ഥാപിച്ചയാളാണ് ഗുരു. അതാണ് ആചാര ലംഘനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഗുരുവുമായി ഉണ്ട്. ആ ആചാരങ്ങളൊക്കെയും വീണ്ടും വരുന്നു എന്നത് വേറൊരു കാര്യം. അതിലേക്ക് ഞാൻ കൂടുതൽ പോയാൽ ഇവിടെ അവസാനിക്കില്ല. ഇനി നമുക്ക് ജാതി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഗുരുവിൻ്റെ ജീവിത ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജാതി.
ആ ജാതി അന്നും ഗുരുവിനോട് ചേർന്ന് നിന്ന ആളുകളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഇന്നത് കൂടിക്കൂടി വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നാരായണ ഗുരു ജാതിക്കെതിരെ പറഞ്ഞത് എന്താണ്? ജാതി നിർണയം എന്ന കൃതി എഴുതിയിട്ടുണ്ട് അദ്ദേഹം. മനുഷ്യാണാം മനുഷ്യത്വം ജാതൃഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്വൈവം ഹാ തത്വം എത്തി കോപിന. എന്താണ് അർത്ഥം? മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി, പശുവിന് പശുത്വം എന്നതുപോലെ, പശുവിന് പശുത്വം എന്നതുപോലെ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി. അങ്ങനെ നോക്കുമ്പോൾ ന ബ്രാഹ്മണാതിരസ്വൈവം, ബ്രാഹ്മണൻ എന്നതൊരു ജാതിയേ അല്ല. ഹാ തത്വം എത്തി കോവിന, ഈ തത്വം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഗുരു സങ്കടപ്പെടാൻ കാരണം ഗുരുവിനോട് ചേർന്ന് നിന്നവർ അപ്പോഴും ജാതി വിടാൻ തയ്യാറായില്ല എന്നതുകൊണ്ടാണ്. 1915 ഗുരു ശിവഗിരി മഠ ആശ്രമ വസ്തുക്കളുടെ പിന്തുടർച്ച അവകാശം ചൈതന്യ സ്വാമികളുടെ പേരിലേക്ക് മുക്തിയാർ എഴുതി വെച്ച് ആലങ്ങാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു. കൂടെ നിന്നവരുടെയൊക്കെ ഉള്ളിൽ ജാതി ഉണർന്നു. എന്താ കാര്യം? ഈ ചൈതന്യസ്വാമി നായരാണ്. ഒരു നായരുടെ പേരിലേക്ക് ശിവഗിരി മഠം സ്വത്തുക്കളുടെ പിന്തുടർച്ചാവകാശം എഴുതി വെച്ച നടപടി തെറ്റായി പോയി എന്ന് ഗുരുവിനെ വിമർശിക്കാൻ SNDP യോഗം മുന്നോട്ട് വന്നു. ഇത് രേഖകളുള്ളതാണ് കേട്ടോ, അല്ല വെറുതെ ഇവിടെ നിന്ന് വിടുവാക്കടിക്കുന്നതല്ല. 1916 നടന്ന 13ാമത് SNDP യോഗത്തിൻ്റെ വാർഷിക സമ്മേളനത്തിലെ 22ാമത് പ്രമേയം ഗുരുവിൻ്റെ മുക്തിയാർ റദ്ദാക്കണമെന്നുള്ളതായിരുന്നു. ഗുരുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടായ ഒരു ഘട്ടമാണത്. കാരണം എന്താ? അന്ന് 1904 ശ്രീമൂലം തിരുനാൾ പുറപ്പെടുവിച്ചൊരു ഉത്തരവ് നിലവിലുണ്ട്. എന്താ അത്? സിവിൽ വ്യവഹാരങ്ങളിൽ നാരായണ ഗുരുവിനെ തിരുവിതാംകൂറിലെ ഒരു കോടതിയും സമൻസ് അയച്ച് കോടതിയിൽ വരുത്താൻ പാടുള്ളതല്ല. ആലോചിക്കണം, രാജാവിൻ്റെ കൽപ്പനയാണ്. അത്രയേറെ ബഹുമാനം രാജ്യം ഭരിക്കുന്ന രാജാവ് കൊടുത്തപ്പോഴാണ് 1916 SNDP യോഗത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ഈ പ്രമേയം പാസ്സാക്കുന്നത്. ഗുരുവിന് ഉണ്ടായ സങ്കടത്തിന് കയ്യും കണക്കുമില്ല. ഗുരു ഒരു വിളംബരം പുറപ്പെടുവിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. ആ വിളംബരം ഇങ്ങനെയാണ്: നാം ജാതിഭേദം വിട്ടിട്ട് എത്രയോ സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ, അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണത്, എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ ജാതിയിലും മതത്തിലും പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നത് ഹേതുവാൽ നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ നില വന്നിരിക്കുന്നതായി നാം അറിയുന്നു. അതുകൊണ്ട് നാം ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. ഇതാണ് ഗുരുവിൻ്റെ വിളംബരം. ഇന്ന് കിട്ടും ഈ വിളംബരം കലണ്ടറായി അച്ചടിച്ച് ജാതി ഗുരുവിനെ പിൻപറ്റുന്ന ആളുകളുടെ വീടുകളിലൊക്കെ ഇപ്പോഴും പലയിടത്തും തൂങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരാരും ഇത് വായിക്കാറില്ല, അഥവാ വായിച്ചാൽ തന്നെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഗുരുവിനെ ഇത് വല്ലാതെ സങ്കടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഡോക്ടർ പൽപ്പുവിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്ത് നിങ്ങൾക്ക് സുകുമാർ അഴീക്കോടിൻ്റെ ഗുരുവിൻ്റെ ദുഃഖം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അവസാന പേജിൽ ചേർത്തിട്ടുണ്ട്. അത് വായിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? SNDP യോഗമെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മെ സംബന്ധിക്കുന്നതല്ലാത്തത് കൊണ്ടും യോഗ നേതാക്കൾക്ക് ജാത്യഭിമാനം വർദ്ധിച്ചു വരുന്നത് കൊണ്ടും മുമ്പൊക്കെ നാം വാക്കുകൊണ്ട് മാത്രമേ, മനസ്സുകൊണ്ട് മാത്രമേ യോഗത്തെ കൈവിട്ടിരുന്നുള്ളൂ. ഇപ്പോൾ വാക്കുകൊണ്ടും യോഗത്തെ കൈവിട്ടിരിക്കുന്നു. അപ്പോൾ SNDP യോഗത്തോട് യോഗത്തിൽ നിന്ന് ആദ്യം രാജിവെച്ചത് നാരായണ ഗുരുവാണ്. ഇത് ചരിത്രമാണ്. പിന്നീട് അങ്ങോട്ട് ഈ ജാതി ചിന്ത വിടാതെ ഇങ്ങനെ വീണ്ടും പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 12-13 വർഷക്കാലം SNDP യോഗത്തിൻ്റെ വാർഷിക യോഗങ്ങളിൽ നാരായണ ഗുരു പങ്കെടുത്തില്ല. ഇത് കെ ദാമോദരൻ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15 വർഷക്കാലം പങ്കെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. പിന്നീട് പങ്കെടുക്കുന്നത് 1927 ജനുവരിയിൽ വർക്കലയിൽ ഒരു വലിയ മഹാസമ്മേളനം വിളിച്ചു ചേർത്തു. എന്തായിരുന്നു സമ്മേളനം?
1919 കുമാരനാശാൻ 1903 മുതൽ തുടക്കം മുതൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാൻ 19 രാജിവെച്ചൊഴിഞ്ഞതിൻ്റെ കാരണവും ഇതുപോലുള്ള പിന്നിൽ കുത്തായിരുന്നു എന്നത് ആശാൻ എഴുതിയ ഒരു കത്തുണ്ട്, അത് വായിച്ചാൽ മനസ്സിലാവും. ആശാൻ രാജിവെക്കുമ്പോൾ SNDP യോഗത്തിൻ്റെ അംഗസംഖ്യ 1872 1872 പേരേ ഉള്ളൂ. ശാഖകളില്ല SNDP യോഗത്തിന്. ഗുരുവിനെ ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന ശിഷ്യൻ സഹോദരയ്യപ്പനായിരുന്നു. സഹോദരയ്യപ്പൻ ഈ പറഞ്ഞ 1916 സംഭവവികാസങ്ങൾക്ക് ശേഷം ഗുരു പിന്നെ ആശ്രമത്തിൽ സ്ഥിരതാമസമാക്കുകയും അവിടെ വെച്ച് സഹോദരയ്യപ്പനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഗുരു കേരളത്തിന് നൽകിയ സംഭാവനകളിൽ ഏറ്റവും മികച്ച 2 സംഭാവനകൾ, ഒന്ന് കുമാരനാശാനെയും ഒന്ന് സഹോദരനയ്യപ്പനെയും ഗുരു സ്വന്തം ചെലവിൽ പഠിപ്പിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ദാനമായി നൽകി എന്നതാണ് ഗുരുവിൻ്റെ പ്രസക്തി. ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ സഹോദരനയ്യപ്പൻ. അയ്യപ്പനോട് ഗുരു ഈ പറയുന്ന സംഭവവികാസങ്ങൾക്ക് പുറകെ ചോദിക്കുകയാണ്, ജാതിയെക്കുറിച്ച് നാം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ, എന്തെങ്കിലും ചെയ്യണ്ടേ? സഹോദരനയ്യപ്പൻ അത് വല്ലാതെ ഹൃദയത്തിൽ തട്ടിയ ചോദ്യമായിരുന്നു ഗുരുവിൻ്റെ ചോദ്യം. അയ്യപ്പൻ ചെറായിയിലെത്തി. 1917 അവിടുത്തെ ഒരു സ്കൂളിൽ തൻ്റെ സുഹൃത്തുക്കളുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് ജാതിക്കെതിരെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അടുത്ത ഒരു തീയതി നിശ്ചയിച്ചുകൊണ്ട് അന്ന് മിശ്രഭോജനം എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ തീരുമാനിക്കുകയും നോട്ടീസ് അടിച്ച് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്താണ് മിശ്രഭോജനം? നാം ഇന്ന് കരുതുന്നത് പോലെ ഒരു സദ്യയ്ക്ക് ചോറ് വിളമ്പുന്ന കൂട്ടത്തിൽ 1-2 അധസ്ഥിതരെ കൊണ്ടുവന്നിരുത്തിയുള്ളതല്ല മിശ്രഭോജനം. അന്ന് ഈഴവർ പോലും പുലയ സമുദായത്തിൽപ്പെട്ടവരെ തീണ്ടപ്പാട് അകലത്ത് നിർത്തിയിരുന്ന ഒരു കാലം. 1908 ജഗന്നാഥ ക്ഷേത്രത്തിൽ ഗുരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അവിടുത്തെ ഹരിജനങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ സംഘാടകർ തന്നെ അതിനെ എതിർത്തത്. അപ്പോൾ ഗുരു പറഞ്ഞു, 1 വർഷം കഴിഞ്ഞിട്ട് മതിയെന്നാണ് ഗുരുവിൻ്റെ നിർബന്ധത്തിന് സംഘാടകർ നൽകിയ മറുപടി. ഗുരു കുറച്ചു നേരം ധ്യാനനിരതനായിരുന്നു എന്നും അപ്പോൾ ഒരു മഴ പെയ്തുവെന്നും ഇപ്പോൾ 1 വർഷം കഴിഞ്ഞല്ലോ, ഇനി ഹരിജനങ്ങളെ പ്രവേശിപ്പിക്കാം എന്ന് ഗുരു കൽപ്പന കൊടുക്കുകയും ഹരിജനങ്ങളെ കയറ്റി എന്നുമാണ് ചരിത്രം. അപ്പോൾ നാരായണ ഗുരുവിനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിരുന്നത് ഈ ജാതി ചിന്തയായിരുന്നു. അപ്പോഴാണ് സഹോദരയ്യപ്പൻ അതിനെ അതിജീവിക്കുവാൻ, അതിനെതിരെ ഗുരുവിൻ്റെ താല്പര്യപ്രകാരം പ്രവർത്തിക്കുവാൻ മിശ്രഭോജനം എന്ന ആശയവുമായി വരുന്നു. അന്ന് ചെറായിയിൽ വിജ്ഞാനവർദ്ധിനി സഭ എന്ന് പറയുന്ന ഒരു സഭയുണ്ട്. അന്ന് SNDP യോഗത്തിന് ശാഖകളില്ലാത്തത് കൊണ്ട് ഈ വർക്കലയിലെ ശിവഗിരിയിലെ അരുവിപ്പുറത്തുള്ള ഒരു ഹെഡ് ഓഫീസും പിന്നീട് കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്ന ഒരു ശാഖയും ഒഴികെ മറ്റ് ശാഖകളില്ല. അപ്പോൾ ശാഖകളില്ലാത്ത സാഹചര്യത്തിൽ അതാത് സ്ഥലങ്ങളിലുള്ള ഈഴവരുടെ സമാജങ്ങളും ചെറുകൂട്ടങ്ങളുമാണ് ആ പ്രദേശത്തെ അവരുടെ സാമൂഹിക കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന സംഘടനകൾ. അന്ന് വിജ്ഞാനവർദ്ധിനി സഭയാണ് അവിടുത്തെ മുഖ്യ കാര്യങ്ങൾ ചെയ്യുന്നത്. സഹോദരയ്യപ്പൻ അന്ന് യോഗം ചേർന്ന് ഈ പറഞ്ഞ തീയതി നിശ്ചയിക്കുകയും അന്ന് അയ്യരു പുലയൻ എന്ന് പറയുന്ന ഒരു പുലയനെയും മകൻ 10 വയസ്സുള്ള കണ്ണനെയും 2 പേരെ അയച്ച് കൊണ്ടുവന്നിട്ട് അവരെ മുറ്റത്തിരുത്തി ഒരു വലിയ ഇല വെട്ടി മുറ്റത്തിട്ടു. ആ ഇലയിലേക്ക് അയ്യരു പുലയൻ ചോറ് വിളമ്പുന്നു. ചോറിന് വിഭവസമൃദ്ധമായ കറികളൊന്നുമില്ല. ചക്കക്കുരുവും കടലയും ചേർത്തുണ്ടാക്കിയ മെഴുക്ക് പുരട്ടി അതും അയ്യരു പുലയൻ വിളമ്പി. മകൻ കണ്ണൻ 10 വയസ്സുള്ള കണ്ണൻ ഈ ചോറും കറിയും കുഴച്ചു. ചുറ്റും കൂടിയിരുന്ന 24ഓളം പേർ, 22 കുടുംബങ്ങളിൽപ്പെട്ട 24 പേരാണ് അതിലുണ്ടായിരുന്നത്. ആ 24 പേരും ഓരോ പിടി വാരിയപ്പോൾ തീർന്നു. വയറ് നിറച്ചുണ്ണാനുള്ള ചോറുണ്ടായിരുന്നില്ല. ദാരിദ്ര്യമുള്ള കാലമാണ്. ഈ വിജ്ഞാനവർദ്ധന സഭയുടെ തീരുമാനം സഹോദരനയ്യപ്പൻ ഉൾപ്പെടെയുള്ള 22 കുടുംബങ്ങളെയും ഊരുവിലക്ക് കൽപ്പിച്ച് പുറത്താക്കി. അന്ന് ഊരുവിലക്ക് കൽപ്പിച്ചാൽ എന്താ സംഭവിക്കുക? ഇന്നത്തെ കൂട്ട് നമുക്ക് ഊരുവിലക്ക് കൽപ്പിച്ചാൽ നമുക്ക് സ്വതന്ത്രമായി നിൽക്കാനുള്ള എല്ലാ സാമൂഹിക അന്തരീക്ഷവും നമുക്ക് ലഭ്യമാണ്. അന്നതില്ല.
ഊരുവിലക്കെന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ വീട്ടിൽ പണിക്ക് വരാൻ ആരുമില്ല. ചുറ്റുവട്ടത്തുള്ള സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ട് വേണം വീടിൻ്റെ ഓലമേയാൻ. വീട്ടിലെ എന്ത് സഹായം വേണം. ഒരു മരണം ഉണ്ടായാൽ അതിൻ്റെ അടിയന്തര കാര്യങ്ങൾക്ക് സഹായിക്കാൻ മറ്റുള്ളവർ വരണം. അങ്ങനെ ഒറ്റപ്പെടുത്തൽ നേരിട്ടു. പിന്നീട് സഹോദരൻ അയ്യപ്പനെ കായികമായി ആക്രമിക്കാൻ തുടങ്ങി. അയ്യപ്പന് നേരെ കത്തിയുമായി പാഞ്ഞെടുത്തിട്ടുണ്ട്. മൂത്തകുന്നത്തിൽ യോഗത്തിൽ പങ്കെടുത്ത അയ്യപ്പൻ്റെ നേരെ ഒരാൾ കത്തിയുമായി പാഞ്ഞെടുത്തു കൊല്ലാൻ. എന്തിനാ? മിശ്രഭോജനം നടത്തി വലിയ കളങ്കമുണ്ടാക്കിയിരിക്കുന്നു. അവസാനം ഗുരുവിൻ്റെ അടുത്ത് സഹോദരൻ അയ്യപ്പൻ ചെന്ന് പരാതി പറഞ്ഞു. സഹോദരൻ അയ്യപ്പൻ നടന്നു പോകുമ്പോൾ ചാള നെയ്യ്, കശുവണ്ടി നെയ്യ് ഒക്കെ അയ്യപ്പൻ്റെ ദേഹത്തൊഴിക്കുന്നുണ്ട്. എന്തിനാ? പന്തിഭോജനം നടത്തിയതിനെതിരെ. ഉറുമ്പിൻ കൂട് കുടയുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധിയായ ദ്രോഹ നടപടികളുണ്ടായപ്പോൾ അയ്യപ്പൻ അദ്വൈതാശ്രമത്തിൽ ചെന്ന് ഗുരുവിനോട് സങ്കടം പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞത് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം എന്നാണ്. നോക്കൂ, മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആചാര്യനെ ഇത്രയേറെ ആദരിച്ച മറ്റൊരാചാര്യൻ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം എന്നാണ്. അത് സഹോദരൻ അയ്യപ്പൻ ജീവിതാവസാനം വരെ കൊണ്ടു നടന്നിട്ടുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് നാരായണ ഗുരുവിൻ്റെ വാക്യത്തെ തിരുത്തി പറഞ്ഞതായി ഒരു ആക്ഷേപം സഹോദരൻ അയ്യപ്പനെതിരെ ഉണ്ട്. പക്ഷേ ആ കാര്യം ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അയ്യപ്പൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നാണ് ഗുരു പറഞ്ഞത്. എന്താണ് കാര്യം? ഗുരു ഉദ്ദേശിച്ച ജാതിയും അയ്യപ്പൻ ഉദ്ദേശിച്ച ജാതിയും ഒന്നാണ്. ഇന്ന് കാണുന്ന ഈ ജാതി വേണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. മതത്തെ സംബന്ധിച്ച് ഗുരു CB കുഞ്ഞിരാമനുമായി നടത്തിയ ഒരു സംഭാഷണം 1925 കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്താണ് മതം? കുഞ്ഞിരാമൻ ചോദിക്കുന്ന ചോദ്യം അത് പലപ്പോഴായി ഗുരുവുമായി നടത്തിയ സംഭാഷണങ്ങളിൽ നിന്നും പ്രസക്ത ഭാഗങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് ഗുരുവിനെയും CB കുഞ്ഞിരാമൻ മറ്റുള്ള SNDP നേതാക്കളെയും വായിച്ച് കേൾപ്പിച്ച ശേഷമാണ് അത് ഗുരുവിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രസിദ്ധീകരിച്ചത്. അതിൽ മതം എന്താണ് എന്ന് പറയുന്നുണ്ട്. ചോദ്യം ഇതാണ്, ജാതി എന്താണ് എന്ന് അങ്ങ് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണ് ജാതി? മനുഷ്യനാണ് ജാതി. മനുഷ്യനൊരു ജാതിയേ ഉള്ളൂ. മതം എന്താണ് എന്ന് മനസ്സിലായില്ല. അപ്പം മതം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഗുരു വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? എല്ലാ മതങ്ങളെക്കുറിച്ചും എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കണം. അപ്പോൾ ഈ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന യുക്തി മനസ്സിൽ തെളിഞ്ഞു വരും. ആ ചിന്തയാണ് മതം, അല്ലാതെ ഇന്ന് കാണുന്ന മതമല്ല. തുറന്നുള്ള ചോദ്യങ്ങൾ CB കുഞ്ഞിരാമൻ ചോദിക്കുന്നുണ്ട് ഹിന്ദുമതത്തെ സംബന്ധിച്ച്. അപ്പോൾ ഗുരു പറയുന്ന ഒരു മറുപടി, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്നാണ്. അങ്ങനെ പറഞ്ഞ ഗുരുവിനെയാണ് ഇന്ന് ഹിന്ദുമത സന്യാസിയാക്കി മാറ്റുവാൻ സംഘപരിവാർ ശ്രമിക്കുന്നത് എന്നത് ഗുരുവിൻ്റെ ദർശനങ്ങളുടെ കാലിക പ്രസക്തിയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ഗുരു 1918 പട്ടത്താനത്ത് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ കാണുന്ന മനുഷ്യനിർമ്മിതമായ ജാതി വിഭാഗത്തിന് യാതൊരർത്ഥവുമില്ല, മാത്രവുമല്ല അനർത്ഥകരവുമാണ്. അതിനൊടുവിലായി അദ്ദേഹം പറയുന്നു, നാം ജാതി മതങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് യാതൊരു ജാതിയോടും മതത്തോടും നമുക്ക് പ്രത്യേക മമതയില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ആ ഗുരുവിനെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും കളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത്. 1927 ഞാൻ മുമ്പേ സൂചിപ്പിച്ചു തുടങ്ങിയ TK മാധവൻ സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് വന്ന ശേഷം വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ ഗുരു നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഇങ്ങനെയാണ്: സംഘടന കൊണ്ടല്ലാതെ യാതൊരു സമുദായത്തിനും ശക്തിയും ഔന്നതിയും ഉണ്ടാകുന്നതല്ല. ഈ തത്വമനുസരിച്ചാണ് 25 കൊല്ലം മുമ്പ് നാം യോഗം സ്ഥാപിച്ചത്. ഈഴവർ എന്ന പേര് ഒരു ജാതിയെയോ മതത്തെയോ സൂചിപ്പിക്കുന്ന ഒന്നല്ല. അതൊരു ജാതിയെ സൂചിപ്പിക്കുന്ന വാക്കല്ല എന്നതാണ്. അതിനുശേഷം 1927 വീണ്ടും ഏപ്രിൽ മാസത്തിൽ ഒരു സന്ദേശം കൂടി ഗുരു നൽകുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സമുദായ സംഘടനയെപ്പറ്റിയും മതപരിഷ്കാരത്തെക്കുറിച്ചും നിങ്ങൾ ഗൗരവമായി ചില ആലോചനകൾ ചെയ്തു വരുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട്.
എന്നാൽ സംഘടനയുടെ ഉദ്ദേശം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കുവാനാകരുത്. ഈ വർഗക്കാരെ 27-ൽ അദ്ദേഹം ഈ വിളംബരം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് 1916 തന്നെ ഈ വർഗക്കാരെക്കുറിച്ച് ഒന്ന് പറഞ്ഞിരുന്നു, നാം ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ പെടുന്നില്ല എന്ന്. അപ്പോൾ ആ വർഗക്കാർ പിന്നെയും കൂടിയിരിക്കുകയാണ്, അവരുടെ ഉള്ളിൽ നിന്നും ജാതി പോകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അങ്ങനെ ജാതിയെയും മതത്തെയും സമ്പൂർണമായി നിരാകരിച്ച നാരായണ ഗുരുവിനെ ജാതിയുടെയും മതത്തിൻ്റെയും കള്ളിയിലൊതുക്കി നാരായണ ഗുരുവിനെ ഹിന്ദുമത സന്യാസിയാക്കി മാറ്റാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ വ്യക്തി താല്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഗുരുവിൻ്റെ പിന്മുറക്കാർ കൂട്ടുനിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തേണ്ടതുണ്ട്. ഗുരുദേവ ദർശനങ്ങളുടെ കാലിക പ്രസക്തി അതാണ് എന്ന കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഈ യുവകലാസാഹിതിയിലെ ടി വി പുരം യൂണിറ്റിനും പ്രത്യേകിച്ച് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് സാംജി ടി വി പുരത്തിനും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഏറെ പ്രസക്തമായ ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ഈ സമ്മേളന പരിപാടിയിൽ നമ്മളോട് പ്രതിപാദിച്ച സുരേഷ് സാറിന് ഉപഹാരം അർപ്പിക്കുന്ന ചടങ്ങാണ് അടുത്തത്. മോഹൻദാസ് സാറിന് ഉപഹാരം അർപ്പിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ഉപഹാരം അർപ്പിക്കുന്നതിനായി ശ്രീമതി ദീപ ദിബേശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിനായി മോഹൻദാസ് സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമ്മേളന പരിപാടിയുടെ മുഖ്യ പ്രഭാഷകനായ മോഹൻദാസ് സാറിന് ജനയുഗത്തിൻ്റെ ഓണപ്പതിപ്പ് നൽകുന്നതിന് വേണ്ടി കെ വി ഗ്രന്ഥശാലയുടെ സെക്രട്ടറി രക്ഷാധികാരിയായിട്ടുള്ള PR സാബു സാറിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.